ഇന്ത്യ മുന്നണിയിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. അഴിമതിക്കെതിരെ ചൂലുമായി എത്തിയ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കേജ്രിവാൾ അടക്കം ജയിലിലാകുന്ന കാഴ്ച ഇന്ത്യ കണ്ടു. ഇന്ത്യ കാണുക മാത്രമല്ല, ഇന്ത്യക്കാർ അരവിന്ദ് കേജ്രിവാളിൻ്റെ ജയിൽവാസം കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കുകയും ചെയ്തു. 8 കൊല്ലമെങ്കിലും ജയിലിലാകേണ്ട അഴിമതിയാണ് അരവിന്ദ് കേജ്രിവാൾ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ രേഖകൾ മോദിയുടെ കയ്യിലുണ്ട്. അത് കാണിച്ച് ആം ആദ്മി പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ബി ജെ പി ആം ആദ്മി സഖ്യം നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ആം ആദ്മിയെ കൂടെ പിടിച്ചാൽ കിട്ടാക്കനിയായ പഞ്ചാബ് പിടിക്കാമെന്ന് BJP കരുതുന്നു. 2027 പഞ്ചാബിലും ഗുജറാത്തിലും തെരഞ്ഞെടുപ്പ് നടക്കും. ആം ആദ്മി പാർട്ടിയെ കൂടെ കൂട്ടുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ ശിഥിലമാക്കാൻ കഴിയും BJPക്ക്. തന്ത്രപരമായ നീക്കമാണ് മോദിയും അമിത്ഷയും നടത്തിയിരിക്കുന്നത്. അരവിന്ദ് കേജ്രിവാൾ ഇപ്പോൾ ഡൽഹിയിൽ ഒന്നുമല്ല. അദ്ദേഹം പഞ്ചാബിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകാനുള്ള മാർഗം തേടുകയാണ് അരവിന്ദ് കേജ്രിവാൾ. ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അരവിന്ദ് കേജ്രിവാളിൻ്റെ ഭാവത്തിനും രൂപത്തിനും ഒക്കെ മാറ്റമുണ്ടായി. BJP ഭക്തനായി മാറി അദ്ദേഹം. ചെറിയ പാർട്ടികളെ BJP വിഴുങ്ങാറുണ്ട്. അതുപോലെ ആം ആദ്മി പാർട്ടിയെയും വിഴുങ്ങിയിരിക്കുന്നു. പഞ്ചാബിൽ ശക്തമായി തിരിച്ചു വരിക എന്നത് BJPയുടെ അജണ്ടയാണ്, BJPയുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകാൻ BJP തയ്യാറാകും. അതാണ് നിലവിലെ സ്ഥിതി. പഞ്ചാബ് ഇപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ ആം ആദ്മിയുടെ പിറകെ കടന്നുകൂടി വിജയം നേടിയെടുക്കാനാണ്, അധികാരം പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അരവിന്ദ് കേജ്രിവാളിൻ്റെയും മറ്റ് ആം ആദ്മി മന്ത്രിമാരുടെയും അഴിമതിയൊക്കെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞു. ഈ അഴിമതി കേസിൽ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ BJPക്ക് എളുപ്പമാണ്. അങ്ങനെ ഒരു അറസ്റ്റ് ഒഴിവാക്കാനാണ് BJP ശ്രമിക്കുന്നത്. അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ വിരട്ടി കൂടെ നിർത്തുന്ന BJPയുടെ തന്ത്രം, ആ തന്ത്രമാണ് ഫലിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ആം ആദ്മി പാർട്ടിയോട് ഒരു ദ്രോഹവും കാണിച്ചിട്ടില്ല. ഇന്ത്യ മുന്നണി ആം ആദ്മി പാർട്ടിക്ക് കരുത്ത് പകരുകയായിരുന്നു ചെയ്തത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കേജ്രിവാൾ അടക്കം തോൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ഡൽഹിയിൽ. ആം ആദ്മി ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയും കണ്ടു. ഒരു കാലത്ത് ആം ആദ്മി ഡൽഹിയിൽ വലിയൊരു ശക്തിയായിരുന്നു. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി BJP രൂപം കൊടുത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന വിമർശനം ഉയർന്നിരുന്നു. തുടക്കകാലത്ത് അരവിന്ദ് കേജ്രിവാളിൻ്റെ ആക്രമണം മുഴുവൻ കോൺഗ്രസിനോടായിരുന്നു. അഴിമതിക്കെതിരെ ചൂലുമായി രംഗത്തിറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ അഴിമതിയുടെ രാജാവാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ ഈ തിരിച്ചറിവ് അരവിന്ദ് കേജ്രിവാളിനെ നടുക്കുന്നു. ഡൽഹിയിൽ ഇനിയൊരു മടക്കമില്ല എന്ന്, ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് അരവിന്ദ് കേജ്രിവാളിന് നന്നായി അറിയാം. ഡൽഹിയിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല അരവിന്ദ് കേജ്രിവാളിന്. കാരണം അത്രയേറെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി. അതിന് പിന്നാലെയാണ് ഇന്ത്യ മുന്നണി ആം ആദ്മി പാർട്ടി വിട്ടത്. ഇന്ത്യ മുന്നണിയിൽ നിന്നും ആം ആദ്മി പാർട്ടി ഇറങ്ങിപ്പോയത്. ഇന്ത്യ മുന്നണിയുടെ നയങ്ങൾ ശരിയല്ലെന്നൊക്കെയാണ് അരവിന്ദ് കേജ്രിവാൾ പറയുന്നത്. അരവിന്ദ് കേജ്രിവാളിൻ്റെ നയം ശരിയായിരുന്നോ എന്നൊരു മറുചോദ്യം പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു. കേരളത്തിലടക്കം ആം ആദ്മി പാർട്ടിക്ക് വേരുകളുണ്ട്. ഗുജറാത്തിലും പഞ്ചാബിലും ശക്തമാണ്. പഞ്ചാബ് ഭരിക്കുന്നത് അവരാണ്. ഇനി പഞ്ചാബിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അരവിന്ദ് കേജ്രിവാളിൻ്റെ തീരുമാനം. ആം ആദ്മി പാർട്ടി വരുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ 2027 നടക്കുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ കൂടെ കൂടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. BJPയുടെ കൂടെ കൂടി കേസുകളൊക്കെ തേച്ചുമാച്ച് കളഞ്ഞ് അരവിന്ദ് കേജ്രിവാൾ മുഖം മിനുക്കി എത്തും. എന്തായാലും ഗുജറാത്തിലും കോൺഗ്രസ് വോട്ടുകൾ വിഘടിപ്പിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയും. ഗുജറാത്തിലും ആം ആദ്മി പാർട്ടി ശക്തിയാണ്. BJP കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് നല്ല ശക്തിയുണ്ട്. BJP കഴിഞ്ഞാൽ മറ്റ് ശക്തിയുള്ള പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അവരുടെ കരുത്ത് തെളിയിക്കുകയും ചെയ്തു.
BJP ഇപ്പോൾ നോക്കുന്നത് കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള വഴികളാണ്. ആ വഴികൾ അരവിന്ദ് കെജ്രിവാൾ തുറന്നു കൊടുക്കും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്.